നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഒരു വേദിയിൽ ഒന്നിച്ചെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വന്നിരിക്കുന്നു. പെരുന്നയിൽ NSS ആസ്ഥാനത്ത് മന്നൻ ജയന്തി സമ്മേളനത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയത്, അവർക്കൊപ്പം ഇരുന്നത്, അവർക്കൊപ്പം കുശലം അന്വേഷിച്ചത്. രമേശ് ചെന്നിത്തല, PJ കുര്യൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, MK രാഘവൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇരിക്കുന്ന വരിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഇരുന്നത്. ഇടയ്ക്ക് സമ്മേളനത്തിനെത്തിയ ചിലർ രാഹുലിനൊപ്പം സെൽഫി എടുത്തു, രാഹുലിനൊപ്പം കുശലാന്വേഷണം നടത്തി, രാഹുലിനോടൊപ്പം പരിചയം പുതുക്കി സംസാരിച്ചു. ഇതിനിടയിൽ നിർണായകമായ മറ്റൊരു സംഭവം കൂടി. അതായത് PJ കുര്യൻ ഇന്ന് ഒരു സ്വകാര്യ ചാനലിൽ നടത്തിയ ഒരു പ്രസ്താവന, അത് ചെറിയ രീതിയിൽ വിവാദമായിരുന്നു. രാഹുലിനെ ഇനി മത്സരിപ്പിക്കില്ല എന്നതടക്കമുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. ഈ പ്രസ്താവനയോട് PJ കുര്യനോട് തൻ്റെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് നേരിട്ട് തന്നെ PJ കുര്യനോട് തൻ്റെ അതൃപ്തി രേഖപ്പെടുത്തുകയായിരുന്നു. യുവാക്കൾക്ക് പാർട്ടിയിൽ അവസരം നൽകണമെന്ന് പറഞ്ഞ PJ കുര്യൻ അങ്ങനെ നൽകുമ്പോഴും ചില കാര്യങ്ങൾ മാനദണ്ഡമാക്കണമെന്നും പ്രസ്താവിച്ചിരുന്നു. രാഹുലിന് പാലക്കാട്ട് സീറ്റ് നൽകരുത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഇക്കാര്യങ്ങളിലുള്ള അതൃപ്തിയാണ് രാഹുൽ PJ കുര്യനെ നേരിട്ട് അറിയിച്ചത്. നേരത്തെയും ഇരുവർക്കുമിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഈ ഒരു അവസ്ഥയിൽ വരെ എത്തി നിൽക്കുകയാണ്. ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടികളൊക്കെ നമുക്കറിയാവുന്നതാണ്. മുഖ്യമന്ത്രിക്ക് യുവതി പരാതി നൽകുകയും മറ്റൊരു യുവതി കൂടി പരാതിയുമായി എത്തുകയും ചെയ്തതോടെ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയിരുന്നു. കേസ് ആയതോടെ ഒളിവിൽ പോയ രാഹുൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാണ് പിന്നീട് പ്രത്യക്ഷപ്പെട്ടത്. അന്ന് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ സ്വീകരിച്ചത് കടുത്ത വിമർശനങ്ങൾക്ക് നയിച്ചതായിരുന്നു. അതിനിടയിലാണ് PJ കുര്യന്റെ പ്രസ്താവന ഇന്ന് രാവിലെ വരുന്നു. തൊട്ട് പിന്നാലെ തന്നെ പെരുന്നയിലെ ഒരു സമ്മേളനത്തിൽ ഇരുവരും ഒന്നിച്ചെത്തുന്നു. അവിടെ വെച്ച് തന്നെ അതൃപ്തി PJ കുര്യനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പിന്തുണച്ചായിരുന്നു മുതിർന്ന നേതാവ് PJ കുര്യന്റെ പ്രസ്താവനകൾ. താൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി മോഹമുള്ള ഒരു ഡസൻ ആളുകൾ കോൺഗ്രസിലുണ്ട്. കോൺഗ്രസ് ഇത്തവണ MPമാരെ മത്സരിപ്പിക്കാൻ സാധ്യത കുറവായിരിക്കും. 50 സീറ്റുകളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ നീക്കമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലൈംഗിക പീഡന കേസുകളിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി സീറ്റ് നൽകരുതെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കൾക്ക് അവസരം നൽകണം, എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഭാഷയും സൗന്ദര്യവും മാനദണ്ഡമാക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിൽ പെരുന്തച്ചൻ കോംപ്ലക്സ് ആർക്കും പാടില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുന്ന യുവാക്കൾക്കും സ്ത്രീകൾക്കും പരമാവധി സീറ്റ് നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് PJ കുര്യന്റെ ഈ പ്രസ്താവന കൂടി വരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി രാഷ്ട്രീയത്തിൽ ത്യാഗികളില്ലെന്നും എന്നാൽ തനിക്ക് ത്യാഗിയാകാനും പറ്റുമെന്നുമായിരുന്നു VD സതീശന്റെ മറുപടി. തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ റിട്ടയർ ചെയ്യേണ്ടി വരും. 10 വർഷം കഴിയുമ്പോൾ താനും റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിക്കും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയല്ല UDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും VD സതീശൻ പറഞ്ഞു. യുവാക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുക. തിരഞ്ഞെടുപ്പിലൊരു യുവത്വവും തിളക്കവും ഉണ്ടാകും. എന്നാൽ മുതിർന്ന നേതാക്കളെ പാടെ മാറ്റണമെന്നല്ല പറയുന്നതെന്നും അവർക്കും അർഹമായ പരിഗണന നൽകുമെന്നും ജയിക്കാൻ പറ്റുന്ന യുവാക്കൾക്കും സ്ത്രീകൾക്കും പരമാവധി സീറ്റ് നൽകുക എന്നതാണ് തീരുമാനമെന്നും VD സതീശൻ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ റിട്ടയർ ചെയ്യേണ്ടി വരും. കോൺഗ്രസിൽ പെരുന്തച്ചൻ കോംപ്ലക്സ് ആർക്കും ഉണ്ടാകരുത്. വിജയം ഒരാളുടേതുമല്ല, തോറ്റാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നും VD സതീശൻ പറഞ്ഞു. UDF ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ ഉത്തരവാദിത്തം തനിക്ക് കൂടുതലാണ്. 3 ആഴ്ചയ്ക്കുള്ളിൽ മുന്നണിക്കുള്ളിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കും. നിലവിൽ 80 മുതൽ 85 സീറ്റിൽ UDFനാണ് മേൽക്കൈ. നിയമസഭയിൽ 100-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തും. ഫ്രീ ബീസ് അല്ല UDFന്റെ ഫോക്കസ് എന്നും LDF തകർത്ത കേരളത്തെ കരകയറ്റാൻ ബദൽ അവതരിപ്പിക്കുമെന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു വോട്ട് ചോദിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. എന്തായാലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള ചർച്ചകളൊക്കെ കോൺഗ്രസിൽ സജീവമാണ്. അതിനിടെയാണ് ലൈംഗിക പീഡന പരാതിയും കേസും ഒക്കെ വന്നതിനെ തുടർന്ന് പാർട്ടി പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ സജീവമാകുന്നത്. പാർട്ടി നേതൃത്വം നടപടിയെടുത്തെങ്കിലും പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും രാഹുലിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. അത് നമുക്ക് വോട്ട് ചെയ്യാൻ രാഹുൽ എത്തിയപ്പോൾ നൽകിയ സ്വീകരണമൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും അത് ദൃശ്യമായിരുന്നു. രാഹുലിനൊപ്പം ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഉണ്ട് എന്നത്. പക്ഷേ ഈ വികാരം ഒന്നുകൊണ്ട് മാത്രം രാഹുലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ, പ്രതികരണങ്ങൾ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് VD സതീശൻ രാഹുലിന് പ്രതികൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. പ്രത്യാരോപണങ്ങൾ ശക്തമായ സമയത്ത് തന്നെ രാഹുലിനെ തള്ളിപ്പറഞ്ഞ VD സതീശൻ തൻ്റെ നിലപാടിൽ അണുവിട മാറ്റം വരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല അതിലും ശക്തമായി തന്നെ തുടരുകയാണ്. അതിനിടെ VD സതീശന്
പിന്തുണയേറുകയാണ് പാർട്ടിക്കുള്ളിൽ എന്ന സൂചനകൾ കൂടി പുറത്തുവരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച സാഹചര്യത്തിൽ സതീശന് പിന്നിൽ മുതിർന്ന നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. അതിന്റെ ഉദാഹരണം എന്നോണം രാഹുൽ മങ്കൂട്ടത്തിനെതിരെ PJ കുര്യൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയ സംഭവവികാസം. VD സതീശന് പിന്തുണയുമായാണ് മുതിർന്ന നേതാവ് PJ കുര്യൻ രംഗത്ത് വന്നത്. താൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്ന അഭിപ്രായമാണ് PJ കുര്യൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും PJ കുര്യന്റെ പരസ്യമായ പ്രസ്താവന, പ്രത്യേകിച്ച് രാഹുലിനെ മത്സരിപ്പിക്കില്ല, രാഹുൽ മങ്കൂട്ടത്തിന് സീറ്റ് നൽകരുത് എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം, അതിൽ രാഹുൽ മങ്കൂട്ടത്തിൽ നേരിട്ട് അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യുവാക്കൾക്ക് അവസരം നൽകണമെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഭാഷയും സൗന്ദര്യവും മാനദണ്ഡമാക്കരുതെന്ന പരോക്ഷ വിമർശനം കൂടി അദ്ദേഹം ചില യുവ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം മാസങ്ങൾ മാത്രം ശേഷിക്കെ VD സതീശന്റെ നയങ്ങൾക്ക് പാർട്ടിയിൽ സ്വീകാര്യത കൂട്ടുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുതിർന്ന നേതാക്കൾ മാറി നിൽക്കുന്നതിനെക്കുറിച്ചും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചുമുള്ള VD സതീശന്റെ നിലപാടിനെ PJ കുര്യൻ അടക്കമുള്ള നേതാക്കൾ നിരുപാധികം പിന്തുണ അറിയിച്ചതോടെ രാഹുൽ വിഷയത്തിലും സതീശന് സ്വീകാര്യത കൂടും. അങ്ങനെയെങ്കിൽ ഒരു വർഷത്തിനപ്പുറം വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാമെന്ന രാഹുൽ മങ്കൂട്ടത്തിന്റെ സ്വപ്നം അസ്ഥാനത്താവുകയാണ്. ഇത്തവണ എന്തായാലും ഭരണം ഉറപ്പാക്കാൻ UDF ഇറങ്ങുകയാണ്. അപ്പോൾ രാഹുലിന്റെ കാര്യത്തിൽ ഒരു പരീക്ഷണത്തിന് UDF തയ്യാറായേക്കില്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചായിരുന്നു രാഹുൽ വിഷയമൊക്കെ ആഞ്ഞടിച്ചത്. പാർട്ടിയിൽ നിന്ന് ഉടൻ തന്നെ പുറത്താക്കി നിലപാട് സ്വീകരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല മികച്ച ഒരു നേട്ടം തന്നെ UDFന് നേടാൻ കഴിയുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നത് വലിയൊരു ചോദ്യമായി തന്നെ ഉയരുകയാണ്. അതിനിടെ പാലക്കാട് MLA രാഹുൽ മങ്കൂട്ടത്തിൽ NSS ആസ്ഥാനത്തെത്തി ചങ്ങനാശ്ശേരി പെരുന്നയിൽ നടക്കുന്ന മന്നം ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് രാഹുൽ എത്തിയത്. 149ാം മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന സമ്മേളനത്തിൽ മറ്റ് ജനപ്രതിനിധികൾക്കൊപ്പമാണ് രാഹുൽ മങ്കൂട്ടത്തിലും പങ്കെടുത്തത്. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം സദസ്സിൽ രാഹുലും ഉണ്ടായിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, PJ കുര്യൻ, ആന്റോ ആന്റണി, K മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡീൻ കുര്യാക്കോസ്, T സിദ്ദിഖ്, VS ശിവകുമാർ, PC വിഷ്ണുനാഥ്, MK രാഘവൻ തുടങ്ങിയവരും സദസ്സിലുണ്ടായിരുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.